ജൂതൻ എന്നതിൽ ലജ്ജിക്കുന്നു. ഇസ്രായേലി കുടിയേറ്റക്കാരുടെ ആക്രമണം നാസി ജർമ്മനിയുടെ ക്രൂരതയ്ക്ക് തുല്യം. മുൻ മൊസാദ് മേധാവി, അതായത് മുൻ മൊസാദിന്റെ മുന്നത്തെ മേധാവി ആയിരുന്ന തെമീർ പാർദോ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ഒരു പ്രസ്താവന ഇപ്പൊ നടത്തിയിരിക്കുന്നത്. ഇത് നടത്തിയിരിക്കുന്നതിലുണ്ടല്ലോ, നമ്മൾ ഈ ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്ന അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇപ്പൊ പുറത്തു വരുന്ന വീഡിയോസ് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ നാസി ജർമ്മനി എന്താണോ യഥാർത്ഥത്തിൽ ഇസ്രായേലികളോട് അന്നത്തെ കാലത്ത് ചെയ്തത്, അത് തന്നെ അവർ തിരിച്ച് അവർക്ക് തല വെക്കാൻ ഇടം കൊടുത്തിട്ടുള്ള ജനതയോട് അവർ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇവര് 2-3 പേര് ഒരു വീട്ടിലേക്ക് നേരെ കയറി ചെല്ലുക, അവിടെയുള്ള ആൾക്കാരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയിട്ട് അവിടുന്ന് പുറത്താക്കിയിട്ട് മൊത്തത്തിൽ പുറത്താക്കുക. ആ വീട്ടിൽ നിന്ന് അവരുടെ സാധനങ്ങൾ എടുക്കാൻ പോലും സമ്മതിക്കുന്നില്ല. മൊത്തത്തിൽ ആ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയിട്ട് ഇവർ കയറി അവിടെ പൊറുതി തുടങ്ങുക. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ചില സമയത്ത് ഇവർ നേരെ തോക്കം കൊണ്ട് നേരെ കയറി ചെന്നിട്ട് അവിടെയുള്ള ആൾക്കാരെ, ചില സമയത്ത് അവിടെയുള്ള ആൾക്കാരൊക്കെ തീരുമാനാക്കിയിട്ട് അവിടെ കയറി താമസിക്കും. ചില സമയത്ത് IDF ഇവരെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇവരുടെ കൂടെ ഉണ്ടാവും. എന്നാൽ ചില സമയത്ത് ഇവർ ചെയ്യുന്നത് നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. വീടിന് നേരെ കല്ലെറിയുക, വീട്ടുകാരെ തെറി വിളിക്കുക, ഇങ്ങനെ നിരന്തരം ശല്യം ചെയ്ത് അവിടെ നിന്ന് അവരെ പുറത്താക്കുക. യഥാർത്ഥത്തിലേ ഈ ഹിറ്റ്ലറിന്റെ ഭരണകാലത്ത് ഇവര് അനുഭവിച്ച ക്രൂരതകൾക്ക് സമാനതയില്ല എന്നുള്ളത് ലോകം കണ്ടതും ലോകം മനസ്സിലാക്കിയതുമാണ്. ആ കോൺസെൻട്രേഷൻ ഓസ്വിച്ച് പോലെയുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നിന്നുള്ള വീഡിയോസും അതേപോലെ തന്നെ ഫോട്ടോസും റിപ്പോർട്ടൊക്കെ പുറത്തു വന്നപ്പോൾ, അതായത് സോവിയറ്റ് ചെമ്പട അവിടെ കയറി ഇതെല്ലാം കാണുന്ന സമയത്താണ് ഇത്ര അധികം ക്രൂരത ജൂതന്മാർ അന്ന് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ലോകം മനസ്സിലാക്കുന്നത്. അന്ന് ഇവരോട് ലോകരാജ്യങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അതായത് ലക്ഷക്കണക്കിന് ആൾക്കാരെ, വൃദ്ധരെ മാറ്റി നിർത്തുന്നു, കുട്ടികളെ വേറൊരു ടീമായിട്ട് മാറ്റി നിർത്തുന്നു, യുവാക്കളെ വേറൊരു ടീമായിട്ട് മാറ്റി നിർത്തുന്നു. എന്നിട്ട് യുവാക്കളെ ഗ്യാസ് ചേമ്പറിലിട്ട് കയറ്റുന്നു, അവരെ കൊല്ലുന്നു. എന്നിട്ട് അടുത്ത സെറ്റ് ഓഫ് യുവാക്കളെ കൊണ്ടുവന്നിട്ട് ആ കൊല്ലപ്പെട്ട ആൾക്കാരുടെ ശവം അവിടുന്ന് ഒഴിവാക്കിക്കുന്നു. എന്നിട്ട് ആ കോരി ഒഴിവാക്കിയതിനു ശേഷം ഇവരെ വീണ്ടും ഇതിനകത്തേട്ട് കയറി. ഇങ്ങനെയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. ലോകത്തെ സമാനതകളില്ലാത്ത ക്രൂരത അനുഭവിച്ച മനുഷ്യരാണ് ഇവര്. നമ്മൾക്ക് അങ്ങനെ ഒരു ക്രൂരത ലോകത്ത് നേരിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെയുള്ള ആൾക്കാരോട് നമ്മൾ അത് ചെയ്യോ? ഇല്ല. അതിൻ്റെ വേദനയും അതിൻ്റെ ബുദ്ധിമുട്ടും എന്താണെന്നുള്ളത് അനുഭവിച്ചറിഞ്ഞവര് ഒരു കാരണവശാലും അത് വേറൊരാൾക്കാരോട് ചെയ്യൂല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇവരുടെ കേസിൽ അങ്ങനെയേ അല്ല കാര്യങ്ങൾ എന്നുള്ളതാണ്. ഇവർ അനുഭവിച്ചതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ലോകത്തിൽ ഏറ്റവും സഹാനുഭൂതിയുള്ള മനുഷ്യരായിട്ട് മാറേണ്ട ആൾക്കാരെ ഇവര്. പക്ഷെ അങ്ങനെയല്ല. തല വെക്കാൻ ഇടം കൊടുത്ത ആൾക്കാരെ അവിടുന്ന് ചവിട്ടി പുറത്താക്കി, അവിടെ ബോംബിട്ട് നശിപ്പിച്ച്, കുട്ടികളെയും കൊന്ന്, ആൾക്കാരെ വെടിവെച്ച് കൊന്ന്, ആ വീട്ടിൽ നിന്ന് അവരെ ചവിട്ടി പുറത്താക്കി ഇവരവിടെ കയറി താമസിക്കുക, പൂറി തുടങ്ങുക എന്ന് പറയുന്ന പരിപാടിയാണ് ഇവർ ഇന്ന് വെസ്റ്റ് ബാങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അധിനിവേശം നടത്തുക എന്ന് പറയുന്ന പണിയാണ് ഇവർ സത്യത്തിൽ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഈ ന്യൂസിലും മീഡിയയിലൊക്കെ കാണാലോ, ഈ ഹമാസ് എന്ന് പറയുന്നത് ഭീകര സംഘടനയാണെന്നുള്ളതൊക്കെ. എന്തുകൊണ്ടാണ് ഹമാസിനെ UN ഒരു ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കാത്ത? അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്രായേൽ ഒരു അധിനിവേശ രാജ്യമാണ്. അധിനിവേശ ശക്തിക്കെതിരെ വാളെടുക്കാനും അധിനിവേശ ശക്തിക്കെതിരെ പ്രതിരോധിക്കാനുള്ള റൈറ്റ്സ് ബേസിക്കലി ഹമാസിനുണ്ട്. അതുകൊണ്ടാണ് എന്താവുന്നത്, ഈ ഹമാസിനെ ഭീകര പ്രസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കാത്ത എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പൊ ഈ പറയുന്ന തമീർ പ്രാദോ എന്ന് പറയുന്ന ആള് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞേക്കുന്നത്. അപ്പൊ ആ ന്യൂസ് ഞാനൊന്ന് വായിക്കാമേ. ഇന്ന് ഞാൻ കണ്ട കാഴ്ചകൾ ഒരു ജൂതനാണെന്ന് പറയുന്നതിനോട് എന്നെ ലജ്ജിപ്പിക്കുന്നു. ചാനൽ 13 സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. 2011 മുതൽ 2016 വരെ മൊസാദ് ഡയറക്ടറായിരുന്ന പാർദോ മുൻ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് IDF അംഗങ്ങൾക്കൊപ്പമാണ് വെസ്റ്റ് ബാങ്ക് സന്ദർശിച്ചത്. എൻ്റെ അമ്മ ഹോളോകോസ്റ്റ് അതിജീവിച്ച വ്യക്തിയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജൂതന്മാർക്കെതിരെ നടന്ന സംഭവങ്ങളെയാണ് അവിടെ കണ്ട ഓരോ കാഴ്ചകളും എന്നെ ഓർമ്മിപ്പിച്ചത്, പാർദോ കൂട്ടിച്ചേർത്തു. വെസ്റ്റ് ബാങ്കിലെ നിലവിലെ സാഹചര്യങ്ങൾ അടുത്ത ഒക്ടോബർ 7 വഴിയൊരുക്കുകയാണെന്ന് പാർദോ മുന്നറിയിപ്പ് നൽകി. ഇത് പഴയതിനേക്കാൾ സങ്കീർണവും കൂടുതൽ വേദനാജനകവുമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത ഒക്ടോബർ 7 വിത്തുകൾ പാകാനാണ് രാജ്യം തീരുമാനിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം വിമർശിച്ചു. കുടിയേറ്റക്കാരുടെ അക്രമങ്ങളെക്കുറിച്ച് ഇസ്രായേൽ അധികാരികൾക്ക് കൃത്യമായ അറിവുണ്ടെങ്കിലും
അവർ അത് ബോധപൂർവം അവഗണിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റ ആക്രമണങ്ങൾ ഇസ്രായേൽ രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്നും മുന്നറിയിപ്പ് നൽകി. തീവ്ര വലതുപക്ഷ കുടിയേറ്റക്കാർക്ക് നിലവിലെ ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിൽ ലഭിക്കുന്ന പിന്തുണ രാജ്യത്തെ ആഭ്യന്തര കലഹങ്ങളിലേക്ക് നയിക്കുമെന്നും ഇത് ലെബനനിലെ അവസ്ഥയ്ക്ക് സമാനമായി രാജ്യത്തെ തകർക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദശലക്ഷക്കണക്കിന് ഫലസ്തീനികളെ അടിച്ചമർത്തുന്നത് ഇസ്രായേലി സമൂഹത്തെ വലിയ അഴിമതിയിലേക്ക് നയിക്കുമെന്ന തത്വചിന്തകനായ യേശയാഹു ലെയ്ബോവിറ്റ്സിന്റെ വാക്കുകളിൽ ഇപ്പോൾ താൻ വിശ്വസിക്കുന്നുവെന്നും മുൻ മൊസാദ് മേധാവി വ്യക്തമാക്കി. 2023 ഒക്ടോബറിന് ശേഷം ഫലസ്തീനികൾക്കെതിരെയുള്ള കുടിയേറ്റക്കാരുടെ അക്രമങ്ങൾ വർദ്ധിച്ചതായും ഇത് വലിയ മാനുഷിക പ്രതിസന്ധിക്ക് കാരണമായതായും വിവിധ മനുഷ്യാവകാശ സംഘടനകൾ കൂട്ടിച്ചേർക്കുന്നു. അതായത് ഈ പ്രാതയുടെ അമ്മ ഈ ഹോളോകോസ്റ്റിനെ അതിജീവിച്ചിട്ടുള്ള ആൾക്കാരാണ്. നമുക്കറിയാലോ, ജർമ്മനിയിലും അതേപോലെ തന്നെ ഓസ്ട്രിയയിലൊക്കെയുള്ള പല ജൂത കുടുംബങ്ങളെയൊക്കെ ട്രെയിനിൽ കയറ്റി കൊണ്ടുപോയിട്ട് ഓസ്വിച്ച് പോലെയുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊണ്ടുപോയിട്ടിട്ടാണ് കൊന്നുകളഞ്ഞത് ലക്ഷക്കണക്കിന് ആൾക്കാരെ. അപ്പൊ അത് അനുഭവിക്കുകയും അത് അതിജീവിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഈ സാധനം കാണുന്ന സമയത്ത് എന്തായാലും മനസ്സിന്റെ ഉള്ളിൽ ഒരു ഇതുണ്ടാവും. പക്ഷെ തീവ്ര വലതുപക്ഷ നിലപാടുള്ള ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സ്ഥാപിതമായതിനു ശേഷം ഇസ്രായേലിന്റെ സ്കൂളുകളിലും ഈ പറയുന്ന ഹേറ്റ്രഡ് സാധനങ്ങളും കൺസ്യൂം ചെയ്ത് വളർന്നിട്ടുള്ള ഒരു തലമുറയ്ക്ക് അവര് ഡീഹ്യൂമനൈസിങ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫലസ്തീനികൾ മനുഷ്യരല്ല, അവരോട് മനുഷ്യത്വം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ. നമ്മുടെ വീട്ടിലൊക്കെ പട്ടി പെറ്റ് കിടക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെയും പട്ടീനെ എടുത്തിട്ട് നമ്മൾ ചിലപ്പോൾ റോഡ് സൈഡിൽ കൊണ്ടുപോയി വെക്കുമല്ലോ. അതൊരു മാനുഷിക ഇതില്ലാത്ത പണിയാണെങ്കിൽ കൂടെ ആ രീതിയിൽ അതിലും രൂക്ഷമായിട്ടുള്ള രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലികൾ ഫലസ്തീനികളോട് ഇപ്പൊ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾ പോകുന്ന സ്കൂളിലെ വഴി കമ്പി കെട്ടി അടക്കുക, ഇങ്ങനത്തെ ഒക്കെ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് വെറുതെ ആൾക്കാർ പോകുന്ന സമയത്ത് അവരെ വെടിവെച്ച് കൊല്ലുക, ഇങ്ങനത്തെ പണിയാണ്. അതും നെതന്യാഹു അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇതിന്റെ ഏറ്റവും പീക്കിലോട്ട് ഈ കാര്യങ്ങൾ പോകുന്നതെന്നുള്ളതും കൂടെ കാണണം. ഇപ്പൊ ഇതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അടുത്ത ഒക്ടോബർ 7 അറ്റാക്കിനുള്ള പണിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാ പറയുന്നേ? അതായത് ഒക്ടോബർ അറ്റാക്ക് എന്തുകൊണ്ടാ നടന്നേ? 1 മിസൈല്, 2 മിസൈല്, 3 മിസൈല് എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവർ പോയി മിസൈൽ ഇട്ടുകൊണ്ടിരിക്കും, അവിടെ വെടിവെച്ചുകൊണ്ടിരിക്കും, അവരുടെ കൃഷിസ്ഥലങ്ങളിലോട്ട് പോവാണ്ടിരിക്കും. ഇങ്ങനെ സപ്രസ്ഡ് ആയിട്ടുള്ള ജനതയാണ് അതിനെതിരെ പ്രതികരിക്കുന്നത്. അപ്പൊ അയ്യോ ഞങ്ങൾ ആക്രമിച്ചെന്നും പറഞ്ഞിട്ട് മൊത്തത്തിൽ പോയി തുരുതുരാ അങ്ങ് മിസൈൽ ഇട്ടു. ഇതിനുള്ള അടുത്ത കോപ്പുകൂട്ടലാണ് ഇപ്പൊ വെസ്റ്റ് ബാങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്ത് മനുഷ്യരാണ് ഇവര്? ലോകത്ത് ഇത്ര അധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു ജനവിഭാഗം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇവരത്ര അനുഭവിച്ചിട്ടില്ല ഒരു ജനവിഭാഗം. അത് ട്രൂത്താണ്, അത് ട്രൂ ആണ്. പക്ഷെ അങ്ങനൊരു ജനവിഭാഗം വേറൊരു ജനവിഭാഗത്തിനോട് ഇങ്ങനെ പെരുമാറാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ക്വസ്റ്റ്യൻ ആണെന്നുള്ളതാണ്.